ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയ ചെറിയ ചെടികളുടെയും പൂക്കളുടെയും വിശേഷമൊക്കെയായിട്ട് നമുക്കിന്നൊരു തുടങ്ങാം. ഇന്ന് കന്നി 5 ഇതിൻ്റെ പൂവ് ഒരെണ്ണം പൊഴിഞ്ഞു പോയി. ഇതാണ് ഇതിൻ്റെ പൂവ്. ഇന്ന് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. കന്നി 5 നമുക്കിവിടെ SNDP കന്യാസ്ത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചയൂണിന് വേണ്ടി നമുക്ക് ഒരുപാട് കഷ്ടപ്പാടൊന്നും വീട്ടിൽ വേണ്ട. ഇലയെല്ലാം കൊഴിഞ്ഞു പോയ എൻ്റെ ചെടി വീണ്ടും ഇലയൊക്കെ വെച്ച് ഇങ്ങനെ കിളിർത്ത് നിൽക്കുന്നു. ഇനി പൂവിൻ്റെ സമയമാണെന്ന് തോന്നുന്നു. ഒട്ടൊക്കെ വരാറായെന്ന് തോന്നുന്നു. പിങ്ക് കളറാണ് ഇതിൻ്റെ പൂവിന്. അതിൻ്റെ സെയിം തന്നെ വേറൊന്നുണ്ട്. വൈറ്റ് കളറിലെ പൂവാണിത് വരുന്നത്. മൊട്ടുണ്ട്, ഒന്ന് പൂത്തു. ഈ മൊട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും വെള്ളപ്പൂവാണ്. ഇതിനകത്ത് മുട്ടുകൾ വന്നു. ഇത് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചെടി നിറയെ പൂവായിരിക്കും. നല്ല പോലെ പൂവിടും. ഇന്ന് ടെൻഷൻ ഫ്രീ ഡേ ആണ്. കന്നി 5 വലിയ ടെൻഷൻസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ഈ ഒരു ചെടിയാണ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആക്ച്വലി ശരിക്കും ഈ ചെടി ഇതേപോലെ ഒറ്റ കളറായിട്ടുള്ള ഒരു ചെടിയുടെ കമ്പ് ഞാൻ കൊണ്ടുവച്ചതാണ്. ചെറിയൊരു തണ്ട് ഞാൻ കൊണ്ടുവച്ചതാണ്. പക്ഷെ അതിൽ നിന്നാണ് എനിക്ക് വെറൈറ്റി ആയിട്ട് ഈ വൈറ്റും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളത് വന്നത്. അപ്പം അതേ ചെടിയിൽ തന്നെയാണ്, നീ നോക്കി കണ്ടോ, അതേ ചെടിയിൽ തന്നെയാണ് എനിക്ക് പിങ്കായിട്ടൊരു പൂ കിട്ടിയത്. ഇതിൻ്റെ പ്രതിഭാസം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരിതാണ്. ഇത് കണ്ടോ, ശരിക്കും ഒരു കുഞ്ഞു തൈയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പോകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പോയില്ല. പകരം ഇത് നല്ലതുപോലെ അങ്ങ് വളർന്ന് നിറയെ പൂവായി. അതിൻ്റെ കളറിൻ്റെ വേരിയൻ്റ് നോക്കി, ഒരു പർപ്പിളിനകത്ത് അല്ലേ, പർപ്പിളും വൈറ്റ് എല്ലാം ഒരു യെല്ലോ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. അതേ സെയിം തന്നെ. ഞാൻ ആകെപ്പാടെ ഈ ഒരു കളറാണ് വെച്ചത്. പക്ഷെ എനിക്ക് വേറൊരു കളറിൻ്റെ സെയിം തന്നെ എനിക്ക് കിളിച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം. കണ്ടോ, വയലറ്റ് ആണ്, ഡാർക്ക് വയലറ്റ്. ഇതും അത് തന്നെ. പക്ഷെ അതിനകത്തൊരു പിങ്കിൻ്റെ ഒരു മയമുണ്ട്. ഇതാണ് എനിക്ക് 2 തരം തന്നെത്താൻ എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഇത് കൊണ്ടുവച്ചതല്ല കേട്ടോ, എനിക്ക് തന്നെ കിട്ടിയതാണ്. പിന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ ഒരു പിങ്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്പിൽ നിന്നാണ്, അതായത് ഈ ഒരു ചെടിയുടെ കമ്പാണ്, ചെറിയൊരു തൈയാണ് ഞാൻ ഈ കൊണ്ടുവച്ച് എനിക്ക് ഇങ്ങനെ ഒരു കളറ് കോമ്പിനേഷൻ കിട്ടിയത്. അതെന്തോ തന്നെ വന്ന കേട്ടോ, ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എൻ്റെ കനകാമ്പരം നന്നായിട്ട് പൂത്തു. ഇത് പൂവിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പൂ തരും. എൻ്റെ പൂന്തോട്ടത്തിലെ വേറെ ഒരു തരം പൂവാണിത്. ഇതിങ്ങനെ തന്നെ പടർന്ന് കിളിക്കുന്ന കേട്ടോ, ഒരുപാട് കിളിക്കും. അതിങ്ങനെ കിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പടർന്ന് ഒരുപാടാവും. ഈ ഒരു ചെടി അങ്ങനെ തന്നെ പടർന്ന് ഇങ്ങനെ കിളിക്കും. നിറയെ പൂവിടും. ഇതിൻ്റെ കറക്റ്റ് നെയിം അതെനിക്ക് അറിഞ്ഞൂടാ, പേരറിഞ്ഞൂടാ. ഞങ്ങളിത് പണ്ട് വെൽവെറ്റ് ചെടി എന്നായിരുന്നു പറയുന്നത്. ഇതിന് പല വേരിയൻ്റ് ഉണ്ട്. ഈ ഒരു കളറുണ്ട്, ഡാർക്ക് റെഡ് ഉണ്ട്, മെറൂണുണ്ട്. അങ്ങനെ എനിക്കതിൻ്റെ കറക്റ്റ് വേറെ പേരറിയില്ല. പിന്നെ ഇതിൻ്റെ പൂവിട്ട് വന്നു. ഇതൊരു ഓറഞ്ച് ഇങ്ങനെ കോളാമ്പി പോലെ നിൽക്കുന്നതാണ്. നിറയെ മൊട്ടാണ് കണ്ടോ, നിറയെ മൊട്ടാണ്. പൂത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാമേ. ഇതുപോലെ തന്നെ പൂക്കൾ ഇങ്ങനെ മുട്ടിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം പൂവായി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ചെറിയ മുളകൊക്കെ വന്നിട്ടുണ്ട്. കാരണം ചെറുതായിട്ട് മുള വന്നതാണ് ഞാൻ വെച്ചത്. പക്ഷെ അതിലും കുറച്ചും കൂടി മുളയായിട്ടുണ്ട്. എന്താ ഞാനിവിടെ വെച്ചത്. അതേപോലെ തന്നെ എൻ്റെ ഉള്ളി മുള വന്നിട്ടുണ്ട്. കണ്ടോ, ഉള്ളിക്ക് മുള വന്നിട്ടുണ്ട്. വരാത്തതുകൊണ്ട് വരുന്നതുകൊണ്ട് ഞാൻ തറയിൽ വെച്ച എൻ്റെ ഉള്ളി അതും ഇങ്ങനെ മുള ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതും വെച്ചതിൽ ഇപ്പോൾ 1 2 3 4 5 6 6 ഉള്ളൂ എനിക്ക് മുള വരാത്തത്. ബാക്കിയെല്ലാം വന്നു.
അതുപോലെ എൻ്റെ ഇത് ഞങ്ങൾ പണ്ട് പരുത്തിച്ചെടി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറിച്ച് കളയുന്നതായിരുന്നു. അത് ഞാൻ ഇങ്ങനെ വെച്ച് അതിൻ്റെ മഞ്ഞ കളറിലെ പൂവ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മുട്ടയ്ക്ക ഉണ്ട് കണ്ടോ നിറയെ വരാനായിട്ട്. അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിച്ചെടിയുടെ നാമ്പും വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പുതിയതായിട്ട് ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന എൻ്റെ ഒരു ചെടി. ഇതുമുണ്ട് കേട്ടോ. ഇതെന്താ പറ്റി ചരിഞ്ഞു പോയത്. ഇതും വൈറ്റ് കളറിലെ പൂവ് വരുന്നതാണ്. ഇത് നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇതങ്ങ് പോയി. ഞാൻ വീണ്ടും പുതിയത് കൊണ്ട് വെച്ചതാണ്. ഈ കമ്പ് നാട്ടി കൊടുക്കണം. ഇതും കിളിപ്പിച്ചിട്ട് വേണം എനിക്ക് വലിയൊരു ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. സ്നേക്ക് പ്ലാന്റ് വളർന്നു വരുന്നുണ്ട്. ഇത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പണ്ടൊക്കെ ആണെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാറിലൊക്കെ വെക്കുന്നത് ഇതായിരുന്നു പണ്ട് കാലത്തെ. ഇപ്പം ഇതല്ല. ഞാനിത് വീണ്ടും വെച്ച് പിടിപ്പിക്കുകയാണ്. നല്ല രസമാണ് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ. എൻ്റെ തക്കാളി നല്ലപോലെ ഇങ്ങനെ ഗ്രോ ബാഗിൽ ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. ഇത് നല്ല രസം കേട്ടോ ഈ ഒരു ചെടി. വീഡിയോയിൽ കാണുന്ന പോലെയല്ല. ഇതാ ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു ഡാർക്ക് ഗ്രീന്, ഇവിടെ ഡാർക്ക് വയലറ്റ്. ഇതിലെ പൂ കണ്ടോ? കുഞ്ഞ് വൈറ്റ് കളറിലെ പൂവാണ് ഇതിലുണ്ടാകുന്നത്. ഇത് നന്നായിട്ട് പിടിക്കും. പൂ നിറയെ പൂ പിടിക്കും. ഒരു തവണ പൂ വന്ന് പോയതാണ്. ഇപ്പം അടുത്ത പൂ വിടാനുള്ള സമയമായി. ഇന്നത്തെ എൻ്റെ വീട്ടിലെ പൂക്കളുടെ വിശേഷങ്ങളുമായി നിർത്തുന്നു. നമുക്ക് നാളെ കാണാം. ബൈ ബൈ.